ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 സവാളയാണ് മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. കനല്ലാതെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല നീളത്തിൽ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും. നമ്മുടെ മസാലയ്ക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അത്ര ഉപ്പ് ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതൊക്കെ നമ്മളിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേന് സവാള ഒന്നും കൂടി ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ ഈ ഒരു മസാല തയ്യാറാക്കുന്നത് ഞാൻ വെറും സവാള വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കനും ബീഫോ അല്ലെങ്കിൽ മുട്ട എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. 1.5 ടീസ്പൂൺ മാത്രം മതി, അതിൽ കൂടരുതേ മല്ലിപ്പൊടിയൊന്നും. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാള ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊരു 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് സോഫ്റ്റായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വെറ്റി ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അതാ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വെറ്റി നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മസാലയൊക്കെ ഒന്ന് തണുത്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി നമ്മൾ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നത് ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും. വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളമൊന്നുമല്ല, നമുക്ക് കൈയൊക്കെ മുക്കിയിട്ടുണ്ടെങ്കിൽ പാകാകണ ആ ഒരു രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലേ, ആ രീതിക്ക് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ എനിക്കിവിടെ 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളമേ ആയിട്ടുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ നമ്മളെടുക്കണ പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളം ചേർക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കാം. അപ്പോൾ അത് മാവൊക്കെ നല്ലപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ചപ്പാത്തി മാവിനേക്കാളും ചെറുതായിട്ടൊന്നും കൂടെ ലൂസ് ഉണ്ട് കേട്ടോ, നല്ല ടൈറ്റിലല്ല. പിന്നെ ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ മാവ്. ഇനി ഒരു മാവിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മളൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യണം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ മുട്ടയോ ചിക്കനോ ബീഫോ ഒന്നും ചേർത്തിട്ടില്ല, വെറും സവാള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇതിൻ്റെ സൈഡ് വശമൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ആ കട്ടിയുള്ള ഭാഗമൊക്കെ കുറച്ചും കൂടി ഒന്ന് തിന്നായി കിട്ടാൻ. ഒന്ന് നല്ലപോലെ തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അടയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുമല്ലോ, അതുപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കയ്യിൽ വെച്ചിട്ടൊക്കെ ഉരുട്ടുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ചെയ്താൽ പെട്ടെന്നായി കിട്ടും. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയിലല്ല, നമ്മൾ മൈദപ്പൊടിയിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ മൈദനേക്കായി ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ട്രൈ ചെയ്യാം. അപ്പോൾ അതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്കൊരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഗോതമ്പ് പൊടി പരത്തുമ്പോൾ തന്നെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആവി നല്ല പൊങ്ങി വരുമ്പോഴാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 3 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ തന്നെ. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ പാത്രമാണെങ്കിൽ ഒന്നിച്ച് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചാലും അത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാതും ആവിയിലൊക്കെ വേവിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്കിത് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ച ശേഷം തണുത്തതിൻ്റെ ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനി മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം നല്ല പോലെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മറ്റൊരു വശം കൂടി നല്ലപോലെ ഒന്ന് കളർ മാറി വരുന്നത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. കാരണം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്നാക്സ് ആട്ടോ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അതാ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പുറം വശം കുറച്ച് ക്രിസ്പി ഉണ്ട്, അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റാണ്. വൈകുന്നേരം ചായയുടെ കൂടെയാണെങ്കിലും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. പിന്നെ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത് ഫ്രൈ ചെയ്തപ്പോൾ 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ അത് കാരണമാണ് ഇതൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടോ 2 എണ്ണം. ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.